ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബീരാനിൽ നിന്നും ശ്രുതിയുടെ ചതി തിരിച്ചറിയുകയാണ് ചന്ദ്രയും രവീന്ദ്രനും ശ്രുതിയുമെല്ലാം. തന്റെ മണ്ടിയാക്കിയ ശ്രുതിയോട് ക്ഷമിക്കാൻ ചന്ദ്രയ്ക്കാകുന്നില്ല. ശ്രുതിയെ അടിച്ചു പുറത്താക്കുകയാണ് ചന്ദ്ര. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻണ്ടി എന്ന് പറഞ്ഞ് ശ്രുതി കരഞ്ഞപേക്ഷിക്കുമ്പോൾ ശ്രുതിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് പിടിച്ചു തള്ളി ശ്രുതിയുടെ ബാഗ് കാലുകൊണ്ട് തട്ടി പുറത്തേക്ക് കളയുകയാണ് ചന്ദ്ര. ശ്രുതി കണ്ണു നിറങ്ങിയ ചന്ദ്രയെ നോക്കുമ്പോൾ വിരൽ ചൂണ്ടി ചന്ദ്ര പറയുകയാണ്, ഇനി ഈ ജന്മത്തില് ഈ കുടുംബത്തിൽ നിനക്ക് സ്ഥാനമില്ല, പോകാനാ പറഞ്ഞത്. രവീന്ദ്രൻ പറയുന്നു, ചന്ദ്രേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പൊ തടഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുകയാണ്, വേണ്ട, ആരും ഒന്നും പറയണ്ട. നിനക്ക് നാണോ മാനോ ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിപ്പോടി. നീ നല്ലവനാണെങ്കിൽ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടുമുറ്റത്ത് നിൽക്കരുത്, ഇറങ്ങിപ്പോടി, പോകാനല്ലേ പറഞ്ഞത്. അങ്ങനെ ചന്ദ്ര ദേഷ്യത്തോടു കൂടി വാതിലടയ്ക്കുകയാണ്. കരഞ്ഞുകൊണ്ടൊന്ന് ആലോചിച്ച് ബാഗും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ശ്രുതി. രവീന്ദ്രൻ ചോദിക്കുന്നു, ചന്ദ്രേ ഇത് ശരിയായില്ല, എന്തിനാ ആ കുട്ടിയെ പുറത്താക്കിയത്? അപ്പൊ ചന്ദ്ര ചോദിക്കണം, അവള് ചെയ്തതൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തില്ലേ? അപ്പൊ രവീന്ദ്രൻ പറയുകയാണ്, എന്തിനാ ഇങ്ങനെ ചെയ്തെന്നുള്ള കാരണം കൂടി നമ്മൾ അറിയണ്ടേ? ആ കുട്ടിയോട് അത് ചോദിക്കേണ്ടതായിരുന്നു. ഇത് കേട്ട് ചന്ദ്ര പറയുകയാണ്, എനിക്ക് അവളുടെ കാരണങ്ങളൊന്നും കേൾക്കണ്ട, അവള് ചെയ്തത് വിശ്വാസവഞ്ചനയാണ്. അപ്പൊ രവീന്ദ്രൻ പറയുന്നു, ആ വിശ്വാസവഞ്ചന എന്തുകൊണ്ടാണ് അവള് ചെയ്തതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിരുന്നു. എന്തിനാണ് അവളെ പുറത്താക്കിയത്? ശ്രുതി പോയി ശ്രുതിയെ വിളിച്ചോണ്ട് വാ. അപ്പൊ സച്ചി പറയുകയാണ്, പെട്ടെന്ന് ചെല്ല്, അധിക ദൂരം പോയി കാണില്ല. ഇത് കേട്ട് ശ്രുതി വിഷമത്തോടുകൂടി ചന്ദ്രയെ നോക്കുമ്പോൾ ചന്ദ്രയും തിരിഞ്ഞ് ശ്രുതിയെ നോക്കുകയാണ്. അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ചുകൊണ്ട് രവീന്ദ്രൻ പറയുന്നു, എടാ ശ്രുതി, നിന്നോടാ പറഞ്ഞത് പോകാൻ. ചന്ദ്ര ദേഷ്യത്തോടുകൂടി ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി പറയുന്നു, ഇല്ലച്ച ഞാൻ പോകില്ല. അപ്പൊ രവീന്ദ്രൻ പറയുകയാണ്, എന്താണെങ്കിലും അവള് നിന്റെ ഭാര്യയാ, അവളെ പോയി കൂട്ടിക്കൊണ്ടു വാ. ഇത് കേട്ട് ശ്രുതി പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ചന്ദ്ര പറയുന്നു, നിക്കടാ അവിടെ, അകത്തേക്ക് കയറിപ്പോ. സച്ചിപതിയെ രേവതിയോട് പറയുന്നു, രേവതി അമ്മ പറഞ്ഞില്ലേ, ഇനി ഇവന്റെ കാലനങ്ങൂല. ശ്രുതി ഭയത്തോടുകൂടി ചന്ദ്രയെയും രവീന്ദ്രനെയും നോക്കുകയാണ്. അപ്പൊ ചന്ദ്ര പറയുന്നു, അകത്തു പോകാനാ പറഞ്ഞത് ശ്രുതി. ഇത് കേട്ട് ശ്രുതി അകത്തേക്ക് പോകുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നു, ചന്ദ്രേ എന്താ ഇതെല്ലാം? അപ്പൊ ചന്ദ്ര പറയണ, ഇപ്പോഴാ ഞാൻ എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യുന്നത്. അപ്പൊ രവീന്ദ്രൻ പറയണ, ഇല്ല, ഇപ്പോഴും നീ തെറ്റാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും അവൾ ഈ വീട്ടിൽ ജീവിക്കാൻ വന്ന മരുമകളാ, അവളുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നു. ശ്രുതി ചെയ്തത് തെറ്റാണ്, ഇപ്പൊ നീ ചെയ്തത് അതിനേക്കാളും വലിയ തെറ്റാണ്. ഇത് കേട്ട് ചന്ദ്ര പറയണ, ഇത്രയൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് അഭിനയിച്ച് തകർത്തതല്ലേ അവള്? അവളെ ഞാൻ ഇനി ഇവിടെ വാഴിക്കണോ? അവളെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്, ആ പാപം ചെയ്ത ഞാൻ തന്നെ അവളെ പുറത്താക്കി. ഇനി ഈ ജന്മത്തിൽ അവൾ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. തുടർന്ന് ശ്രുതി വളരെ വിഷമത്തോടുകൂടി മീരയുടെ അരികിലേക്ക് വരികയാണ്. മീര ചോദിക്കുന്നു, എടി ശ്രുതി എന്താ പറ്റിയത്? കണ്ണൊക്കെ കലങ്ങി എന്തൊരു കോലം ഇത്? എന്താ ഈ മുടി ഇങ്ങനെ കിടക്കുന്നത്? ദാ മുടി ചീക്. അങ്ങനെ മീര ചീപ്പ് എടുത്ത് കൊടുക്കുകയാണ്. ശ്രുതി കരഞ്ഞുകൊണ്ട് ആ ചീപ്പ് വാങ്ങിച്ച് വലിച്ചെറിയുമ്പോൾ അരികിലേക്ക് ഇരുന്ന് മീര ചോദിക്കുന്നു, എന്തു പറ്റി? എന്തിനാ നീ ഇങ്ങനെ ചെയ്തേ? നിന്നോടാ ചോദിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഇരിക്കെ, ഞാൻ കോഫി എടുത്തോണ്ട് വരാം. അപ്പൊ ശ്രുതി പറയണ, അതൊന്നും വേണ്ട. അപ്പൊ മീര ചോദിക്കുന്നു, എന്താ നിനക്ക് പറ്റിയത്? അപ്പൊ ശ്രുതി പറയണ, എല്ലാം എന്റെ തലയുടെ അടുത്താ. എപ്പ പിടിക്കപ്പെടുമെന്ന് ആലോചിച്ച് ഭയന്നാ ജീവിച്ചത്. ഇന്ന് വലിയൊരു ഇടിയായി എന്റെ തലയിൽ വന്ന് വീണു. മീര ചോദിക്കുന്നു, നീ എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തോ ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്, പോവാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ശ്രുതി ചോദിക്കണ, ഞാൻ പോയത് ആരുടെ മാരേജ് ആണെന്നറിയോ? അപ്പൊ മീര പറയണ, നീ പറഞ്ഞായിരുന്നല്ലോ ശ്രുതിയുടെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മകളുടെ കല്യാണമാണെന്ന്. അപ്പൊ ശ്രുതി പറയണ, അതെ. പയ്യന്റെ വീട്ടുകാര് ആരാണെന്ന് അറിയുമോ? ആരെന്ന് മീര ചോദിക്കുമ്പോൾ ശ്രുതി പറയണ, ബീരാന്റെ ഫാമിലി. ഇത് കിട്ടി മീര ചോദിക്കുന്നു, ബീരാനോ? ബീരാന്റെ വീട്ടിലെ കല്യാണമായിരുന്നോ? അയ്യോ, അപ്പൊ അവിടെ ബീരാൻ ഉണ്ടായിരുന്നോ? നീ പിടിക്കപ്പെട്ടോ? ഇത് കേട്ട് കണ്ണു നിറങ്ങി ശ്രുതി നടന്ന കാര്യങ്ങളെല്ലാം മീരയോട് പറയുകയാണ്. ബീരാനെയും കൂട്ടി സച്ചിയും രേവതിയും വീട്ടിലേക്ക് വന്നതും ബീരാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞതും ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല എന്ന് പറഞ്ഞ് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എല്ലാവരോടും ക്ഷമ ചോദിച്ചത് കലിതുള്ളി ചന്ദ്ര ശ്രുതിയെ അടിച്ചു പുറത്താക്കിയത് എല്ലാം കിട്ടി മീര ചോദിക്കാണ്, എന്താടി ഇങ്ങനെ പിടിക്കപ്പെട്ടത്? ഒരു മിനിറ്റ്, ഈ മാരേജ് അല്ലായിരുന്നോ? അങ്ങനെ കല്യാണക്കുറി എടുത്ത് മീര ശ്രുതിയെ കാണിക്കുകയാണ്. അതെടുത്തു നോക്കി ശ്രുതി ചോദിക്കുന്നു, ഈ ഇൻവിറ്റേഷൻ എങ്ങനെ നിന്റെ കയ്യിൽ കിട്ടിയത്? അപ്പൊ മീര പറയുകയാണ്, ബീരാനാ വന്ന ഈ കല്യാണത്തിന് ക്ഷണിച്ചത്, നിന്നെയും ക്ഷണിച്ചതാ, നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ എന്നോട് പറഞ്ഞത്. നമ്മൾ എന്തിനാ ആ കല്യാണത്തിന് പോകുന്നതെന്ന് കരുതി ഞാൻ അത് അവിടെ മാറ്റിവെച്ചു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ആ ഇൻവിറ്റേഷൻ കാർഡ് വലിച്ചെറിഞ്ഞ് ശ്രുതി ചോദിക്കുന്നു, ഇതെന്താടി നേരത്തെ എന്നോട് പറയാഞ്ഞത്? ഞാൻ മറന്നുപോയിന്ന് മീര പറയുമ്പോൾ കയ്യിൽ പിടിച്ച് ശ്രുതി പറയുകയാണ്, നീ ഈ കാർഡ് എന്നെ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ മുൻകരുതൽ എടുത്തേനെ. അപ്പൊ മീര പറയുകയാണ്, ഈ കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും കുടുംബമായി പോകുമെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ശരി, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? നീ കല്യാണത്തിന് പോകില്ലായിരുന്നു. പക്ഷെ നിന്റെ വീട്ടിലുള്ള എല്ലാവരും ആ കല്യാണത്തിന് പോകുമായിരുന്നല്ലോ. ഇത് കേട്ട് ശ്രുതി പറയണ, ആ ബീരാനോട് പറഞ്ഞ അയാളോട് എവിടോട്ടെങ്കിലും മാറി നിൽക്കാൻ പറഞ്ഞേനെ. ഇപ്പതേ എന്റെ കള്ളമെല്ലാം അവിടെ പിടിക്കപ്പെട്ടു. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കുവാ ഞാൻ. നീ നേരത്തെ എന്നോട് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തിയേനെ. ഇത് കേട്ട് മീര പറയണ, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ എന്താ സ്വപ്നം കണ്ടോ? ഇത്തവണ നീ പിടിക്കപ്പെടണമെന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രുതി പറയണ, പിടിക്കപ്പെട്ടത് മാത്രമല്ല ആ കുടുംബത്തിന്റെ മുന്നിൽ അപമാനിതയായി നിന്നു. ശ്രുതിയുടെ അമ്മ എന്റെ തലമുടിയിൽ പിടിച്ച് അടിച്ച് പുറത്തേക്ക് തള്ളുകയായിരുന്നു. ഇത്രയും നാളും എന്ത് നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതാണ് ഇപ്പൊ നടന്നത്.
പോകുന്നത്. ഇത് കേട്ട് ടെൻഷനോട് കൂടി മീര ചോദിക്കണ, അപ്പൊ നീ പണക്കാരിയല്ലെന്ന് അവര് മനസ്സിലാക്കിയോ? അപ്പൊ ശ്രുതി ചോദിക്കണ, ഇനി എങ്ങനെ അറിയാതിരിക്കുക? ആ മനുഷ്യൻ എല്ലാം വന്ന് പറഞ്ഞില്ലേ? അപ്പൊ മീര ചോദിക്കണ, ബീരാൻ എന്ത് ചെയ്യാനാ? സച്ചിയുടെ കൈ പെട്ടില്ലേ? നമുക്ക് വേണ്ടി എന്ത് പറഞ്ഞാ ബീരാൻ പിടിച്ചു നിൽക്കും? നോക്ക് ശ്രുതി, കള്ളം പറഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടും. നീ ഇപ്പം പിടിക്കപ്പെട്ടു. നീ ആ കുടുംബത്തിനെ എന്തൊക്കെയോ പറഞ്ഞ ചതിക്കുകയല്ലായിരുന്നോ? ദൈവം എത്ര നാളെ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക? അതാ കറക്റ്റ് ആയിട്ട് ഒരു നേരം നോക്കി നിന്നെ ഒറ്റി കൊടുത്തത്. ഇത് കേട്ട് ശ്രുതി ചോദിക്കുന്നു, ഇപ്പൊ എന്താ അത് നിനക്ക് സന്തോഷമായോ? എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഞാനുണ്ടല്ലോ. അങ്ങനെ ശ്രുതി മീരയുടെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞുകൊണ്ട് മീര പറയുകയാണ്, ഒന്ന് അടങ്ങ് ശ്രുതി, കൊലക്കേസും കൂടെ ആവണ്ട. നോക്ക് ശ്രുതി, ആ കുടുംബത്തിലുള്ള എല്ലാവരും നല്ലവരാ. നിന്നെ അവരെല്ലാവരും വിശ്വസിച്ചു. നീ അവരെ ചതിച്ചുകൊണ്ടേയിരുന്നു. എത്ര നാൾ അടി ചതിക്കുക? ഒരു ഘട്ടം കഴിയുമ്പോൾ പിടിക്കപ്പെടും. ഇനി അവര് ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടി മലേഷ്യൻ അച്ഛനെ കൊന്നു കളഞ്ഞു. നല്ലവരെ ചതിച്ചാൽ ഒരു ദിവസം പിടിക്കപ്പെടും, അത് ഉറപ്പാ. ഇത് കേട്ട് ശ്രുതി പറയുകയാണ്, മീരെ എന്റെ ദേഷ്യം കൂട്ടരുത്. അപ്പൊ മീര പറയണേ, ഇത്രയും നാളും സത്യം ആരെ അറിയിക്കാതെ നിന്റെ കള്ളം സംരക്ഷിച്ചു പിടിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, ആ ചതി തിരിച്ചറിയാനുള്ള സമയമായി. അതുമാത്രമല്ലല്ലോ, ഒരു നാൾ നീ പിടിക്കപ്പെടുമെന്ന് നിനക്ക് തന്നെ അറിയായിരുന്നല്ലോ. ഇത് കേട്ട് ശ്രുതി പറയുകയാണ്, നല്ല സമയം നോക്കി ഞാൻ തന്നെ സത്യം തുറന്നു പറഞ്ഞേനെ. അതിനു മുമ്പേ ഞാനും ശ്രുതിയും ലൈഫിൽ നല്ലൊരു സ്റ്റേജിലേക്ക് പോണോന്ന് വിചാരിച്ചു. ഇപ്പൊ അതെല്ലാം പോയി. അപ്പൊ മീര പറയണ, ശരി ശ്രുതി എന്താ പറഞ്ഞത്? അപ്പൊ ശ്രുതി പറയണ, ശ്രുതി എന്ത് പറയാൻ, അവന്റെ അമ്മ എന്നെ പിടിച്ചു പുറത്താക്കുന്നത് കണ്ടോണ്ട് നിന്നു. ഇത് കേട്ട് മീര പറയുകയാണ്, ശ്രുതിയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഭാര്യ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഏതെങ്കിലും ഒരു ഹസ്ബൻഡിന് സഹിക്കാൻ പറ്റുമോ? ഇത് മാത്രമേ അറിഞ്ഞുള്ളോ, അതോ നിന്റെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുള്ള കാര്യമൊക്കെ അറിഞ്ഞോ? ഇത് കേട്ട് ശ്രുതി ചോദിക്കണ, അതെല്ലാം അറിഞ്ഞ് എന്റെ ജീവിതം ഇല്ലാതായി കാണണോ നിനക്ക്? അപ്പൊ മീര പറയുകയാണ്, അതല്ലടി, നീ പണക്കാരിയല്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ ഈ അവസ്ഥയായി. ആ കാര്യം കൂടി അറിഞ്ഞാൽ നിന്റെ തല കാണില്ല. ശരി, ടെൻഷൻ ആകാതെ. എന്തായാലും സത്യം പുറത്തു വന്നല്ലോ. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി എന്തായിരിക്കും നടക്കുക? അപ്പൊ ശ്രുതി പറയുകയാണ്, എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അമ്മായിയമ്മ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്റെ മുന്നിൽ കാണിക്കും. അപ്പൊ മീര പറയുകയാണ്, ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലോ, ഇനി എങ്ങനെ തിരിച്ചങ്ങോട്ടേക്ക് പോകും? ഇത് കേട്ട് ശ്രുതി പറയുകയാണ്, ഇപ്പോഴല്ലേ കനല് കത്തി തുടങ്ങിയത്, അത് നടങ്ങട്ടെ, അതിനുശേഷം ആലോചിക്കാം. ഇത് കേട്ട് മീര പറയുകയാണ്, നിന്റെ ധൈര്യമൊന്നും എനിക്കില്ല. ഇനി നിന്റെ അമ്മായിയമ്മ നിന്നെ സ്വീകരിക്കുമെന്ന് പോലും അറിയില്ല. ആ വീട്ടിലെ 3 മരുമകളിൽ നിന്നെയാണ് തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നത്. അഭിമാനത്തോടു കൂടിയല്ലേ നിന്നെ കുറിച്ച് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നിന്നെ കുറിച്ചുള്ള സത്യം അറിഞ്ഞപ്പോൾ അവർക്ക് അപമാനമായി തോന്നിക്കാണും. അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും. അപ്പൊ ശ്രുതി പറയണേ, ഞാൻ പണക്കാരിയല്ലെന്ന് അറിഞ്ഞില്ലേ, ഉറപ്പായിട്ടും ആ രേവതിയെക്കാട്ടിലും താഴെയായിരിക്കും ഞാൻ. രേവതിയോട് പെരുമാറുന്നതിനെക്കാട്ടിലും മോശമായിട്ടായിരിക്കും എന്നോട് പെരുമാറുക. ഇത് കേട്ട് മീര പറയുകയാണ്, അതിനൊക്കെ ആദ്യം അവര് നിന്നെ വീട്ടിൽ കയറ്റണ്ടേ? വീട്ടിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ? അപ്പൊ ശ്രുതി ചോദിക്കണ, അതെങ്ങനെ? എങ്ങനെയാണെങ്കിലും ഞാനല്ലേ ശ്രുതിയുടെ ഭാര്യ, ആ വീടിന്റെ മരുമകളല്ലേ. പോന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ അങ്ങ് പോകണോ? എന്നെ പുറത്താക്കാതെ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തുമെന്നാ ഞാൻ വിചാരിച്ചത്. ഒരു കണക്കിന് എന്നെ പുറത്താക്കിയത് നന്നായി. എന്താണ് ഇത് നല്ലതെന്ന് പറയുന്നതെന്ന് മീര ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ്, ഇപ്പൊ അവരുടെ ഭാഗത്തും ഒരു തെറ്റുണ്ടായില്ലേ? മരുമകളെ അടിച്ചിറക്കിയിരിക്കുന്നു. എന്റെ അമ്മായിയച്ഛനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് കരുതി എന്നെ വിട്ടുകളയില്ല. തിരിച്ചെന്നെ വീട്ടിലേക്ക് കയറ്റാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഇത് കേട്ട് മീര പറയുകയാണ്, ഇനി നീ ആ വീട്ടിലേക്ക് പോയാൽ നിന്റെ അവസ്ഥ ഇതിലും മോശമാകുമല്ലോ. ഇത് കേട്ട് ശ്രുതി ചോദിക്കണം, അതുകൊണ്ട് പോകാതെ ഇവിടെ തന്നെ ഇരിക്കണോന്നാണോ പറയുന്നത്? അതോ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരയണോന്നാണോ നീ പറയുന്നത്? അങ്ങനെ മുടിയൊക്കെ കിട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് ശ്രുതി പറയുകയാണ്, മീരെ ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ ഒരുപാട് കരഞ്ഞു, ഒരുപാട് ഭയന്നു. ഇനി ഞാൻ ഒന്നിനും കരയാനും പോകുന്നില്ല, ഭയക്കാനും പോകുന്നില്ല. ഹ്യൂമൻ നേച്ചർ എന്താണെന്ന് അറിയോ? അവരുടെ കയ്യില് 10 വിരലുണ്ടെങ്കിലും ഒരു വിഷമം വരുമ്പോൾ കണ്ണീര് തുടയ്ക്കാൻ പുറത്തുനിന്ന് ഏതെങ്കിലും കൈ വരുമെന്ന് പ്രതീക്ഷിക്കും. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കില്ല. എന്റെ കണ്ണീര് തുടയ്ക്കാൻ എനിക്കറിയാം. ഈ പ്രശ്നം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ജീവിതമാണിത്. ആർക്കു വേണ്ടിയും ഞാനിത് വിട്ടുകൊടുക്കില്ല. ശ്രുതിയുടെ ഒപ്പം എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. മീര ചോദിക്കുന്നു, എന്താടി ഇത്രയൊക്കെ നടന്നതിന് ശേഷവും ഇത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നത്? നിന്റെ അമ്മായിയമ്മ നിന്റെ തലമുടിയിൽ പിടിച്ച് പുറത്തേക്ക് തള്ളിയതാ, പിന്നെ എങ്ങനെയാടി? ഇത് കേട്ട് ശ്രുതി പറയണ, ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മായിയമ്മ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. ശ്രുതിയുടെ അച്ഛൻ കുടുംബം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ. എന്നെ വീട്ടിലേക്ക് തിരിച്ചു കയറ്റാൻ ശ്രുതിയുടെ അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഞാൻ ആ വീടിനകത്തേക്കൊന്ന് കയറി പറ്റിയാൽ മതി. ശ്രുതിയെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ എനിക്കറിയാം. ഇത് കേട്ട് മീര പറയണ, നീ പറയുന്നതൊക്കെ നടന്നാൽ എനിക്ക് സന്തോഷാ. ഇത് കേട്ട് ശ്രുതി പറയണ, നടക്കും. നീ എനിക്കൊരു കോഫി ഇട്ടോണ്ട് വരുമോ? അങ്ങനെ ശ്രുതി റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് സച്ചിയും രേവതിയും വളരെ വിഷമത്തോടുകൂടി ഹോളിൽ ഇരിക്കുകയാണ്. രേവതി പറയുന്നു, സച്ചിയേട്ടാ ഈ വീടിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. ഇത് കേട്ട് സച്ചി പറയണ, എന്ത് ചെയ്യാനാ, എല്ലാം ആ ശ്രുതി കാരണമല്ലേ, എല്ലാത്തിന്റെ തുടക്കം അവിടെ വന്നല്ലേ. ഇത് കേട്ട് രേവതി പറയണ, ശ്രുതി ഇത്രയൊക്കെ കള്ളം പറഞ്ഞ എല്ലാവരെയും ചതിച്ചില്ലേ, അതിന് സച്ചിയേട്ടൻ അമ്മ ദേഷ്യപ്പെട്ട് ശ്രുതിയെ പുറത്താക്കി. ഇത് സച്ചിയേട്ടന്റെ ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തത്? അപ്പൊ സച്ചി പറയണ, ആ ശ്രുതി നല്ല രീതിയിലല്ല ജീവിച്ചത്. ഞാൻ മാത്രം കോടീശ്വരനാകണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് ആ പാർലറേട്ടതി പറഞ്ഞ എല്ലാ കള്ളവും വിശ്വസിച്ച് വലിയ കോടീശ്വരിയെ എനിക്ക് ഭാര്യയായി കിട്ടിയെന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയായിരുന്നു. ഈ സമയം വളരെ വിഷമത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന ശ്രുതി ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് ചെന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. രേവതിയും സച്ചിയും ശ്രുതിയെ
സുധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. റൂമിലേക്ക് പോകാനായി തുടങ്ങിയ സുധി തിരിഞ്ഞു നിന്ന് ഒന്ന് ആലോചിച്ച് വീണ്ടും വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ഇത് കണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് സച്ചിയും രേവതിയും. വീണ്ടും വീണ്ടും സുധി വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ സച്ചി ചോദിക്കുന്നു, രേവതി എന്താ ഇത്? ഇവനെന്താ വെള്ളം കൊണ്ടുവരുന്ന ലോറിയോ? വീണ്ടും വീണ്ടും വെള്ളം കുടിക്കുകയാണല്ലോ. ഇത് കേട്ട് രേവതി പറയുകയാണ്, അതെ, ഇങ്ങനെ ഒരു സമയത്ത് സച്ചിയേട്ടനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പോയി കള്ളു കുടിച്ചിട്ട് വന്നേനെ. സച്ചിയേട്ടന്റെ ചേട്ടന് ആ ശീലമില്ലല്ലോ. സച്ചി ചോദിക്കുന്നു, ആർക്ക്? ഇവന് ശീലമില്ലെന്നോ? ഇക്കാലത്ത് നല്ലവനെ ആരും അംഗീകരിക്കില്ല. നല്ലവനായിട്ട് അഭിനയിക്കുന്ന മോശപ്പെട്ടവനെ അംഗീകരിക്കും. സുധി വളരെ വിഷമത്തോടുകൂടി അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ അവിടേക്ക് വന്ന രവീന്ദ്രൻ പറയുന്നു, സുധി, നീ എന്തായി ചെയ്യുന്നത്? കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിക്കണം. ശ്രുതിയെ കണ്ട് സംസാരിക്ക്. എന്താ നടന്നത്, എങ്ങനെയാ നടന്നെന്നൊക്കെ ചോദിക്ക്. എന്തിനാ ഇങ്ങനെ കള്ളം പറയുകയെന്നും ചോദിക്ക്. ഞാൻ എന്തിനു പോയി ചോദിക്കണമെന്ന് സുധി ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കാണ്, നീ പോകാതെ പിന്നെ അടുത്തുള്ള വീട്ടിലെ ആള് പോകുമോ? നീയല്ലേ പാർലറായിട്ടെത്തിയെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്നത്? അതുകൊണ്ട് അച്ഛൻ നിന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ പോയി സംസാരിക്കില്ല എന്ന് സുധി പറയുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, സുധി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. സംസാരിച്ച് തീർക്കണം. എനിക്ക് സംസാരിച്ച് തീർക്കാൻ ഒന്നുമില്ല അച്ഛാന്ന് സുധി പറയുമ്പോൾ സച്ചി ചോദിക്കണ, എന്താടാ അച്ഛനെ എതിർത്ത് സംസാരിക്കുന്നു? അച്ഛന് ബഹുമാനം കൊടുത്ത് വേണം സംസാരിക്കാൻ. ഇത് കേട്ട് സുധി പറയണ, സച്ചി, എന്റെ കാര്യത്തിൽ തലയിടണ്ട. ഇത് എന്റെ പ്രശ്നമാണ്, ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിലുള്ള പ്രശ്നം. ഇത് കേട്ട് രേവതി ചോദിക്കുന്നു, ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിലുള്ള പ്രശ്നമാണെങ്കിലും നമ്മൾ ഒരു കുടുംബമായിട്ടല്ലേ ഇവിടെ കഴിയുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മറ്റാരും ഒന്നും പറയാൻ പാടില്ലെന്നാണോ? എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയല്ലേ അച്ഛൻ പറയുന്നത്? സച്ചിയേട്ടനും അതിനു വേണ്ടി തന്നെയാ പറഞ്ഞത്. ഇത് കേട്ട് സച്ചി പറയണ, രേവതി, ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടും ഇവന് മനസ്സിലാകുന്നില്ല. നീ ഇത്ര സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകാനാ? എടാ, അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്യും. ഞങ്ങൾക്കാർക്ക് ഒരു വിലയും തരണ്ട. അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായി ആലോചിച്ചിട്ടായിരിക്കും പറയുക. അപ്പൊ രവീന്ദ്രൻ പറയുകയാണ്, ശ്രുതി തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ശ്രുതിയെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു. നിന്റെ അമ്മ അവക്ക് ഒരു അവസരം കൊടുത്തില്ല. അവക്ക് പറയാനുള്ളത് കേൾക്കാതെ അടിച്ചു പുറത്താക്കി. അവളുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നിന്റെ അമ്മ കഴുത്തിന് പിടിച്ച് അവളെ പുറത്താക്കിയത്. അവൾ ഈ വീടിന്റെ മരുമകളാ. അപ്പൊ രേവതി പറയുകയാണ്, അച്ഛൻ പറഞ്ഞതാ ശരി. ശ്രുതി തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അമ്മ ശ്രുതിയോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ഇത് കേട്ട് സച്ചി പറയുകയാണ്, അച്ഛൻ എപ്പോഴും ഇങ്ങനെ പറയൂ. അച്ഛന് 3 മരുമക്കളുണ്ടെങ്കിലും അവരെ എല്ലാവരെയും സ്വന്തം മക്കളായിട്ട് അച്ഛൻ കാണുന്നത്. പക്ഷെ അമ്മ അങ്ങനെയല്ല. ഇത് കേട്ട് സുധി പറയുകയാണ്, എടാ, അമ്മയെ കുറിച്ച് അനാവശ്യം പറയരുത്. അമ്മ ചെയ്തത് ശരി. അവള് നമ്മളെ എല്ലാവരെയും ചതിക്കുകയില്ലായിരുന്നു. അവള് കള്ളമല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളല്ലേ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നത്. പിന്നെന്താ? അപ്പൊ സച്ചി പറയുകയാണ്, ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു, ഇല്ലെന്ന് പറയുന്നില്ല. കുടുംബത്തിൽ തെറ്റായിട്ടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷെ പ്രശ്നം ഇപ്പം വേറെ റൂട്ടിലാണല്ലോ പോകുന്നത്. അച്ഛൻ പറയുന്നത് ശരി. അച്ഛൻ പറയുന്നത് പോലെ ചെയ്യും. ഇത് കേട്ട് സുധി പറയുകയാണ്, ആരെന്ത് പറഞ്ഞാലും ശരി, അമ്മ പറയാതെ ഞാൻ ശ്രുതിയെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ല. ഇത് കേട്ട് സച്ചി പറയണ, അച്ഛാ, ഇവനെ ഒന്നും തിരുത്താൻ പറ്റില്ല. അപ്പൊ രവീന്ദ്രൻ പറയണ, സുധി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇത് കേട്ട് സുധി പറയുന്നു, ഇല്ലച്ചാ, അമ്മ എതിർത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എന്റെ പ്രശ്നമാണ്. നിങ്ങൾ ആരും ഇതിൽ തലയിടണ്ട. ദേഷ്യത്തോടുകൂടി സച്ചി പറയുന്നു, നീ എന്താടാ പറയുന്നത്? ആരോടാ പറയുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണം. അച്ഛനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? വേണ്ടെന്ന് പറഞ്ഞ് രേവതിയെ സച്ചിയെ പിടിച്ചു മാറ്റുകയാണ്. അപ്പൊ സച്ചി പറയുകട, അച്ഛൻ നിന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നോ? അച്ഛനില്ലായിരുന്നെങ്കിൽ നീ ഞാനും ഒന്നും ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ ശ്രുതി പറയുകണ, നീ വെറുതെ ദേഷ്യപ്പെടണ്ട. ഞാൻ ഇവിടെ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. ശ്രുതിയുടെ കാര്യത്തിൽ അമ്മ ചെയ്തതാണ് ശരി. അമ്മ കൊടുത്ത പണിഷ്മെന്റ് ശരിയാ. അപ്പൊ രവീന്ദ്രൻ പറയുകയാണ്, ശ്രുതി, നിന്റെ അമ്മ ദേഷ്യത്തിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവക്ക് സമാധാനത്തോടു കൂടി ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. 1000 പ്രശ്നങ്ങളുണ്ടെങ്കിലും ശ്രുതി നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ വന്ന പെണ്ണ. അതുകൊണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സംസാരിക്ക്. പോയി കൂട്ടിക്കൊണ്ടുവാ. അപ്പൊ ശ്രുതി പറയുന്നു, ഇല്ലച്ചാ, ഞാൻ പോകില്ല. അമ്മ പറയാതെ ഞാൻ അവളെ കാണുകയോ സംസാരിക്കുകയോ കൂട്ടിക്കൊണ്ടു വരികയോ ചെയ്യില്ല. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ പറ, ഞാനും പൊയ്ക്കോളാം. അങ്ങനെ ശ്രുതി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ വിഷമത്തോടു കൂടി നിൽക്കുന്ന രവീന്ദ്രനോട് രേവതി പറയുന്നു, അച്ഛൻ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. കയ്യിൽ പിടിച്ച് സച്ചി പറയണ, അച്ഛ, അവന്റെ സ്വഭാവം അറിയാലോ. അമ്മയെ അച്ഛൻ പറയുന്നത് കേൾക്കില്ല, ഇവനും അച്ഛൻ പറയുന്നത് കേൾക്കില്ല. അച്ഛൻ നല്ലതിനു വേണ്ടിയാണ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാകില്ല. അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ നല്ലതേ നടക്കൂ, വിഷമിക്കാതെ. ഇത് കേട്ട് രവീന്ദ്രൻ വിഷമത്തോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ സച്ചിയും രേവതിയും വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്